കരേവരനോ കവിമ. സുഹൃത്തുക്കളെ, പടയണിപ്പാട്ടിൻ്റെ രൗദ്രതാളത്തിനൊപ്പം കളത്തിലിങ്ങനെ ഉറഞ്ഞു തുള്ളേണ്ട പടയണിക്കോലങ്ങൾക്ക് ഒരു മിനിയേച്ചർ പതിപ്പുണ്ടാക്കി നമ്മെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടെ ഒരു കലാകാരൻ. ഏതാണ്ട് 51ഉം 100ഉം പാളയിൽ തീർക്കേണ്ട ഭൈരവിക്കോലം മുതൽ മാടനും മറുതയും അതുപോലെ പിശാചും യക്ഷിയും കാലനുമൊക്കെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്ന ചെറുരൂപങ്ങളായി പരിണമിക്കുമ്പോൾ നമ്മൾ പടയണി പ്രേമികൾക്ക് അതൊരു അത്ഭുതകരമായ കാഴ്ചയായി മാറുകയാണ്. ഇത് നോക്കൂ, വരച്ചെടുത്ത ഈ കോലത്തിൻ്റെ ഭാഗങ്ങൾ ഈറപ്പാളിയിൽ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ അത് ഭൈരവിയുടെ മനോഹരമായൊരു ചെറിയ രൂപമായി മാറുകയാണ്. ഈ കോലത്തിൻ്റെ കറുപ്പ് നിറത്തിന് ഈ ബോൾ പെൻ തന്നെയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. ഒപ്പം ചെറിയ ബ്രഷും മറ്റ് നിറങ്ങളുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ചാർട്ട് പേപ്പർ വെട്ടിയെടുത്ത് കട്ടി അല്പം കൂട്ടി ഒട്ടിച്ചാണ് ഈ കോലത്തിൻ്റെ രൂപങ്ങൾ വരച്ചെടുക്കുന്നത്. ഇലന്തൂരെ ശ്രീദേവി പടയണി സംഘത്തിലെ കോലമെഴുത്ത് കലാകാരനായ മേലേടത്ത് വീട്ടിൽ ആനന്ദ് സന്തോഷാണ് പടയണിക്കോലങ്ങളുടെ ഈ ചെറു രൂപങ്ങളുണ്ടാക്കി നമ്മെ വിസ്മയിപ്പിക്കുന്നത്. ഇദ്ദേഹം കടമനിട്ട ഗോത്ര കലാകളരിയിലെ പ്രശസ്തനായ കോലമെഴുത്ത് കലാകാരനും ഫോക്ലോർ അക്കാദമിയുടെ പുരസ്കാര ജേതാവുമായ KR രഞ്ജിത്ത് കടമനിട്ടയുടെ ശിക്ഷണത്തിലാണ് കഴിഞ്ഞ ഏതാണ്ട് 4 വർഷമായി കോലമെഴുത്ത് അഭ്യസിക്കുന്നത്. ആനന്ദ് സന്തോഷ് ബാംഗ്ലൂരിൽ ഇപ്പോൾ ഡിഗ്രി ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയാണ്. ഇതിനോടകം ആനന്ദ് നിർമ്മിച്ച കോലങ്ങളുടെ ഈ ചെറു രൂപങ്ങളൊക്കെ ക്ഷേത്രത്തിലേക്കും അതുപോലെ സുഹൃത്തുക്കൾക്കും ശ്രീദേവി പടയണി സംഘത്തിലേക്കുമൊക്കെ നൽകിക്കഴിഞ്ഞു. കോലമെഴുത്തിനോട് അത്രയേറെ താല്പര്യമാണ് ആനന്ദിന്. ഇനിയിപ്പോൾ പടയണിക്കാലമായാൽ കോലമെഴുത്തിൽ സജീവമാകുന്ന ആനന്ദ് അതിനു മുമ്പുള്ള ഇടവേളകളിലാണ് കോലങ്ങളുടെ ഈ ചെറു രൂപമുണ്ടാക്കി ആനന്ദം കണ്ടെത്തുന്നത്. ഈ കലാകാരന് എല്ലാവിധ ആശംസകളും.